പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 14-ാം ദിവസം ഏറ്റവും പ്രിയ ഈശോയെ, ഈ സക്രാരിയിൽ വസിച്ചുകൊണ്ട് അങ്ങ് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം. ഞാൻ ഇവിടെ വസിക്കുന്നു, എന്തെന്നാൽ ഞാൻ അത് ആഗ്രഹിച്ചു. സങ്കീർത്തനം 132:14. ദിവ്യകാരുണ്യത്തിലൂടെ അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ വാസമുറപ്പിച്ചിരിക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങയോടുള്ള സ്നേഹം നിറഞ്ഞ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയോടൊപ്പം സൂക്ഷിക്കണം. ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം ചിലവഴിക്കുന്നതിനേക്കാൾ വലിയ ഒരു വിശ്രമം ഈ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത മനുഷ്യരെ, നിങ്ങൾ അനുഗ്രഹീതരാണ്. പരിശുദ്ധ കുർബാനയിൽ എല്ലായ്പ്പോഴും എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും എന്താണ് എനിക്ക് നല്ലതായിട്ടുള്ളതെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എൻ്റെ ദിവ്യനാഥ, ഇപ്പോൾ മുതൽ അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കുന്നതിനും അങ്ങയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനും അതിയായ സന്തോഷം കണ്ടെത്തുവാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവതിയായിരുന്നേനെ. ഓ എൻ്റെ കർത്താവേ, അങ്ങയെ സ്നേഹിക്കാതെ നിരവധി വർഷങ്ങൾ ഞാൻ ദൂർത്തടിച്ചതെന്തുകൊണ്ടാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം അസന്തുഷ്ടി നിറഞ്ഞ വർഷങ്ങൾ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തോട് കൃതജ്ഞനായിട്ടുകൂടി ഇത്രയും വർഷങ്ങൾ എന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ അനന്തമായ ക്ഷമയെ അങ്ങയെ ഞാൻ വാഴ്ത്തുന്നു. ഇത്രയും വലിയ നന്ദിഹീനതയിലും എൻ്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് എനിക്ക് വേണ്ടി കാത്തിരുന്നത്? അങ്ങയുടെ കരുണയാലും സ്നേഹത്താലും നിരായുധയാക്കപ്പെട്ട് ഒരു ദിവസം ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനു വേണ്ടിയായിരിക്കാം. നാഥ, ഇനിയൊരിക്കലും ഞാൻ അങ്ങയോട് എതിർത്ത് നിൽക്കുകയോ നന്ദിഹീനയായിരിക്കുകയില്ല. എൻ്റെ അവശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ, അത് ചെറുതാണെങ്കിലും ദീർഘമേറിയതെങ്കിലും, ഞാൻ അങ്ങേക്ക് സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നെ പൂർണ്ണമായും അങ്ങയുടേതാക്കുന്നതിന് എൻ്റെ ഈശോയെ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞാൻ അങ്ങിൽ നിന്ന് അകന്നു പോയപ്പോഴും അങ്ങയുടെ സ്നേഹത്തെ നിസ്സാരമായി പരിഗണിച്ചപ്പോഴുമെല്ലാം അങ്ങ് എത്രയധികം എന്നെ സഹായിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങയെ സ്നേഹിക്കുവാനായി പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അങ്ങ് എന്നെ സഹായിക്കുമെന്ന് എത്ര കൂടുതലായി പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഓ എൻ്റെ ദൈവമേ, അനന്ത സ്നേഹത്തിന് അർഹനായ അങ്ങയെ സ്നേഹിക്കുവാനുള്ള കൃപ എനിക്ക് നൽകുക. എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ കഴിഞ്ഞും എൻ്റെ ജീവിതത്തെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അനന്ത നന്മയായ അങ്ങയെ വേദനിപ്പിച്ചതിനെക്കുറിച്ച് ഞാൻ മനസ്തപിക്കുന്നു. അവിടുന്ന് എനിക്ക് മാപ്പ് നൽകുക. അതോടൊപ്പം എൻ്റെ ഈ ജീവിതകാലയളവിലും വരാനിരിക്കുന്ന നിത്യതയിലും അങ്ങയെ ഏറെ സ്നേഹിക്കുന്നതിനുള്ള കൃപ എനിക്ക്
സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ശക്തിയാൽ എന്നെ പോലുള്ള നന്ദിഹീനയായ ഒരു പാപി അങ്ങയെ ഏറെ സ്നേഹിക്കുന്നവരിൽ ഒരുവളാകുന്നത് വഴി ലോകം അത്ഭുതപ്പെടുവാനിടയാകട്ടെ. എൻ്റെ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. ജീവിതകാലം മുഴുവൻ എൻ്റെ ലക്ഷ്യവും അതായിരിക്കും. ഈ ആഗ്രഹം എന്നിൽ ഉദിപ്പിച്ച അങ്ങു തന്നെ ഇതിനുള്ള ശക്തിയും എനിക്ക് തരണമേ. സുകൃത ജപം. എൻ്റെ ഈശോയെ, ഇത്ര നാളും എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, ഇത്ര നാളും എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, ഇത്ര നാളും എനിക്ക് വേണ്ടി കാത്തിരുന്നതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തോട് സംസാരിക്കവേ വിശുദ്ധ ജർമാനുസ് പറഞ്ഞു, നിന്നിലൂടെ അല്ലാതെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. നിന്നിലൂടെ അല്ലാതെ ആരും തിന്മയുടെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നില്ല. നിന്നിലൂടെ അല്ലാതെ ഒരു ദാനവും ആരും സ്വീകരിക്കുന്നുമില്ല. അതുകൊണ്ട് എൻ്റെ നാഥേ, എൻ്റെ പ്രതീക്ഷയെ അങ്ങ് എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടവനും അങ്ങയെ സ്വർഗത്തിൽ സ്തുതിക്കുവാൻ കഴിയാത്തവളുമായി മാറും. എന്നാൽ എൻ്റെ അമ്മേ, അങ്ങയുടെ പക്കൽ സഹായം അപേക്ഷിക്കുന്നവരിൽ നിന്ന് അങ്ങ് ഒരിക്കലും മുഖം തിരിക്കുന്നില്ലെന്ന് വിശുദ്ധരുടെ വാക്കുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ സഹായം തേടാത്തവർക്ക് വേണ്ടി ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ത്രീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.